ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നീലുവിൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണിന്ന്. അതുകൂടാതെ അവിടെ സ്കൂളിൽ രാമായണമേള നടക്കുകയാണ്. അങ്ങനെ അവിടെ കൊച്ചു പിള്ളേരുടെ കുറേ പരിപാടികളുണ്ട്, ഫാൻസി ഡ്രസ്സും വായനയും ഒക്കെ ഉണ്ട്. അങ്ങനെ നീലുവിനെ ഞാൻ റെഡി ആക്കുവാണ്. റെഡിയായി പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആണ്. പക്ഷെ അറിയില്ല അടുത്ത ദിവസം തൊട്ട് എങ്ങനെ ആയിരിക്കുമെന്നൊന്നും. ഇതിനു മുന്നേ ആശാട്ടി കടിക്കുകയും അംഗനവാടിയിലൊക്കെ വിട്ടതാണ്. 2 ദിവസം പോവും, അത് കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അവൾ തന്നെയാണ് പറഞ്ഞ് അവൾക്ക് സ്കൂളിൽ പോയാൽ മതിയെന്ന്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരുങ്ങിയൊക്കെ പോകുന്നു. അടുത്ത ദിവസം എനിക്കറിയില്ല ഇനി പോവോ ഇല്ലയോ എന്നുള്ളത്, കരച്ചിലായിരിക്കോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ നീലു റെഡിയായി ഇവിടെ ഇറങ്ങുകയാണ്. ഞങ്ങൾ അമ്മയും ഞാനുമാണ് അവളെ സ്കൂട്ടി കൊണ്ട് വിടാനായിട്ട് പോകുന്നത്. അങ്ങനെ നീലിൻ്റെ സ്കൂളിലെത്തി. ഈ സ്കൂളിൽ തന്നെയാണ് നീലുവിൻ്റെ അപ്പച്ചി പഠിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നീലു നിർബന്ധം പിടിച്ചത് കുഞ്ഞാപ്പൂ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പോകണമെന്ന്. ആദ്യം കയറി ചെന്നപ്പോൾ ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ കണ്ടപ്പോഴത്തേക്കിനും അങ്ങ് കയറിപ്പോയി. പ്രോഗ്രാം ഉള്ളത് കൊണ്ട് പിള്ളേരെല്ലാവരും ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നീലുവിന് ഭയങ്കര അതിശയമായപ്പോൾ ഇതെന്താ പിള്ളേരെല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്, അവൾ മാത്രം യൂണിഫോത്തിലാണല്ലോ എന്നുള്ളത്. നീലുവാണ് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി. അതുകൊണ്ട് എല്ലാവർക്കും അവളെ ഭയങ്കര കാര്യമാണ്. ചെന്നപ്പോൾ തന്നെ എല്ലാവരും അവളെ എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതാണ് നീലുവിൻ്റെ പ്രിൻസിപ്പൽ. നീലുവിൻ്റെ പ്രിൻസിപ്പൽ മാത്രമല്ല, എൻ്റെ +2 ഫിസിക്സ് ടീച്ചർ കൂടെ ആയിരുന്നു. അവൾക്ക് ആദ്യം ഒരു നാണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവൾ ആരുടെ കൂടെയും എങ്ങനെ വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോളും. അവളുടെ പ്രായം ഇന്നതെന്നൊന്നും അവൾക്കില്ല. പ്രായമുള്ള പിള്ളേർ വലിയവരായാലും ചെറിയവരായാലും അവരുമായിട്ട് അവൾ നല്ല കൂട്ടായി പോയിക്കോളും. ഇവിടെ വെച്ച് ചെറിയ രീതിയിലാണ് പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് പിള്ളേരെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഇരുത്തിയേക്കുവാണ്. വിളക്കൊക്കെ കത്തിക്കണം. ഇനാഗ്രേഷന് ഗസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇനാഗ്രേഷന് വേണ്ടി പ്രാർത്ഥനയൊക്കെ തുടങ്ങുകയാണ്. Thanks for doctor who are joining us during this occasion, and thank you very much. ഞാൻ പറഞ്ഞില്ലേ നീലു ആരുമായിട്ട് പെട്ടെന്ന് കൂട്ടാവും. ആദ്യത്തെ ഒരു നാണമൊക്കെ ഉള്ളൂ. കണ്ടില്ല, അവൾക്ക് പരിചയം പോലും ഇല്ല. അവൾ ആദ്യമായിട്ട് കാണുക, എന്നിട്ട് പോലും എന്ത് കമ്പനിയായിട്ട് അവളിരിക്കുന്നത്. സഹിഷ്ണുത, പാതിവർത്തിയം,
പ്രകൃതി നൽകുന്നത് ഒരു മെസ്സേജാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് മെസ്സേജസ് ആണ് ഇത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷമ കൊച്ചു കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ, ഒപ്പം തന്നെ ഈ മാനേജ്മെന്റിന് വേണ്ടിയും വ്യക്തിപരമായുള്ള. പിന്നെ ഞങ്ങൾ പോയി ഫാൻസി ഡ്രസ്സിന് ഒരുങ്ങി ഇന്ന പിള്ളേരുടെ കൂടെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ഈ കുഞ്ഞ് നല്ലോണം വരയ്ക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ വരച്ചിട്ടുണ്ട് ആ ബുക്കിൽ. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാണ് ഇവിടെ. Adridev on stage. LKG നിന്നും Adridev. ഇവിടുത്തെ നല്ലൊരു കൈ. ഇത് അശോകവനിയിലെ സീതയാന്ന് തോന്നുന്നു. മക്കളെ ക്ലാപ്പ് മാത്രം മതി പ്രോത്സാഹിപ്പിക്കാന്, വേറെ ശബ്ദങ്ങളൊന്നും വേണ്ട. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ശ്രീരാമന. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത്. പ്രച്ഛന്നവേഷം ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് 106. അങ്ങനെ ഇതോടെ ഫാൻസി ഡ്രസ് ഇവിടെ തീരുവാണ്. അടുത്തതായിട്ട് വായനയാണ്. രാമായണ വായന മത്സരമാണ്. കുറേ പിള്ളേർ വായന മത്സരത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും സമ്മാനദാനവും ഉണ്ടായിരുന്നു. പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരുന്നു, അല്ലാതെ പ്രൈസും ഉണ്ടായിരുന്നു. നല്ല ക്ലാപ്പ്. A big clap for Aditya. Bhagyashree from UKG. ഇതാണ് LKGയിൽ നിന്നും വന്ന അനശ്വര ആർ. A big clap for Malavika. Tanmayi from LKG. A big clap for Tanmayi.
പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉച്ചയായി. പിള്ളേരെ എല്ലാവരെയും ബാത്റൂമിലേക്ക് കൊണ്ടുപോകായിരുന്നു. കൊണ്ടുപോയതിന് ശേഷം നീലുവിന് ഒരു പരിചയക്കുറവും ഇല്ല. അവൾ ഓരോ പിള്ളേരുടെ കൈ പിടിച്ചൊക്കെയാണ് പോകുന്നത്. അതിനുശേഷം നമുക്കും പിള്ളേർക്കും എല്ലാവർക്കും കൂടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പായസം കുടിച്ചു. പായസമൊക്കെ കുടിച്ച് നീല് പോയത് നേരെ ക്ലാസ്സിലേക്കാണ്. ആദ്യമായിട്ട് കയറുവാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി പോയി. ആദ്യമായിട്ട് ഇരിക്കുകയല്ലേ ക്ലാസ്സിൽ. അപ്പം അമ്മയും ഞാനും പോയിരുന്ന് കാണുമായിരുന്നു എന്തെടുക്കുവാന്നൊക്കെയുള്ളത്. ചെന്നപ്പോൾ തന്നെ ആൾ തന്നെ ബാഗൊക്കെ തുറന്ന് ബുക്കൊക്കെ എടുത്ത് പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുമായിരുന്നു എഴുതാനായിട്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വിളിക്കാൻ ചെന്നു. 3:15 ആകുമ്പോഴാണ് വിടുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നോട് പറയുക വെളിയിലോട്ട് പോകും. ഞാൻ അകത്ത് കയറി ചെന്നായിരുന്നു. അപ്പോൾ എന്നോട് പറയുക വെളിയിലോട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ പാരൻസിന് അകത്തോട്ട് കയറാനുള്ള അനുവാദമില്ല. വെളി ഗേറ്റ് വരെയാണ് ടീച്ചർമാർ കൊണ്ടുവിടുന്നത്. അപ്പോൾ അവൾ എന്നോട് പറയുമായിരുന്നു വെളിയിലോട്ട് പോകുമെന്ന്. വിളിക്കാനായിട്ട് ഞാൻ മാത്രമേ ചെന്നുള്ളായിരുന്നു. അമ്മ വന്നില്ല. അപ്പോൾ അവൾ ചെന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു അമ്മൂമ്മ എന്ത് ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടാറ്റ.